നമുക്കൊക്കെ എത്ര കൂട്ടുകാരുണ്ടെങ്കിലും അതേ കൂട്ടുകാർക്ക് നമ്മളാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ നമ്മളാണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നും മൈൻഡ് സെറ്റുള്ള അതേ ഒരു സുഹൃത്ത് ബന്ധം കീപ്പ് ചെയ്യുന്ന കുറേ കൂട്ടുകാർ നമുക്കിടെ ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഈ യാത്ര. അതായത് കുറച്ച് ദിവസം മുന്നേ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അവനിപ്പം ബെഡ് റെസ്റ്റാണ്. അത് തന്നെയല്ല, ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് ജസ്റ്റ് അവൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാണ്. അവൻ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ആൾ ചെറിയൊരു ആക്ടറാണ്, സീരിയൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇലങ്കത്ത് എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ മേൽശാന്തി കൂടിയാണ് അവൻ. നമ്പൂരിക്കുട്ടിയാണേ. അപ്പോൾ നേരെ ഒന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവാം. എങ്ങനെ അവൻ റിയാക്ട് ചെയ്യാൻ നോക്കാം. ഞാൻ വെള്ളത്തിൽ ചോട്ടിടാം. പയ്യെ തുറക്ക് ഗൈസ്. നമ്മുടെ കൂട്ടുകാരൻ്റെ പിറന്നാളാണ്. ആക്സിഡൻറ്റ് പറ്റിയ വീട്ടിൽ റെസ്റ്റാണ്. അപ്പോൾ ഒന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോവാം. മെല്ലെ നോവല്ലേ, ഗേറ്റ് സൗണ്ട് ഉണ്ടാക്കല്ലേ. പയ്യെ യെസ്. ഇവിടെ പട്ടിയില്ലല്ലോ. പട്ടി കയറുമോ? അയ്യോ. ഓക്കെ, അടച്ച് യെസ്. മോനെ വിഷ്ണുവേ മണിയടിക്കാം. അമ്മ തുറക്കമ്മ. അമ്മ വന്ന് ഓടിപ്പോയി. കേറിക്കോ. യെസ്. അവൻ കണ്ട്. എടാ, നിന്റെ ബർത്ത്ഡേ ഒന്ന് എണ്ണിക്കടാ. പറഞ്ഞില്ല. എണ്ണിക്ക്, നമുക്ക് കേക്ക് മുറിക്കാം. ബാ. ശരി, അതെ ക്യാമറ. നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, ഞാൻ വിഷ് ചെയ്തില്ല. ഹാപ്പി ബർത്ത്ഡേ നേരിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോൾ ഹാപ്പി താങ്ക് യു സോ മച്ച്. എന്റെയോ കാലം കണ്ടോ? പയ്യൊക്കെ വണ്ടി ഓടിക്കണം. ഹാപ്പി ബർത്ത്ഡേ നമ്പു. ഏറ്റവും ഇഷ്ടമുള്ള പേര് നമ്പു. ചില പേരാ എന്നെ ആരാധികന്മാരും വിളിക്കുന്ന പേര് നമ്പു ഏട്ടാ. அந்த விண்ணில் ஆனந்தம், இந்த மண்ணில் ஆனந்தம், அடிபூமி பந்தை முட்டி வந்த புல்லில் ஆனந்தம், வெயிலின் சுத்தம் ஆனந்தம், மழையின் சத்தம் ஆனந்தம், அந்த மழையில் கூட சாயம் போகாவான. ഹലോ, കേക്ക്. வாழ்வில் நூறானந்தம், வாழ்வே பேரானந்தம், பெண்ணே നരയെഴുതും സുയസരിതം. വാവേ, ഈ മാമനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വിഷ്ണു മാമനെ കുറിച്ച്, വിഷ്ണു അപ്പയെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താണ്? പാവമാണോ? പാവല്ല. കണ്ട പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് കണ്ടോ? പാവമല്ലെന്ന്. എന്തായാലും നമ്മൾ തന്നെ വന്നല്ല അലമ്പാക്കിയത്. അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാന്ന് വെച്ച്, അതുകൊണ്ട് റൂമെല്ലാം നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്ത്. ഈ മോന്ത നീ തന്നെ. അതെ, ഇതിനകത്തും ജഡ്ഡിയില്ല കേട്ടോ. ഷഡ്ഡിയില്ല. ഇത് ജഡ്ഡി ഉണ്ടല്ലോടാ. ഉണ്ട്. ഇവൻ പണ്ട് തക്കുടു ആയിരുന്നു കേട്ടോ. ഇന്ന് വലിയ കുണ്ടിയല്ലേ. അപ്പൊ ബർത്ത്ഡേ വന്നു. ഞങ്ങൾ ബർത്ത്ഡേ എല്ലാം എന്തുവാ സമ്മാനമൊക്കെ പറയുന്നത്